ലേഔട്ട് ഓഫ് ഡ്രോയിങ് ഷീറ്റ്. അതായത് ഡ്രോയിങ്ങിൻ്റെ പർട്ടിക്കുലർ സൈസ് അനുസരിച്ച് ആ ഡ്രോയിങ് ഷീറ്റിൽ സ്റ്റാൻഡേർഡായിട്ട് മാർജിനും ടൈറ്റിൽ ബ്ലോക്കും ഒക്കെ അറേഞ്ച് ചെയ്യുന്ന ഇതിനെയാണ് നമ്മൾ ലേഔട്ട് എന്ന് പറയാം. ഇറ്റ് ഈസ് ദ സ്റ്റാൻഡേർഡ് അറേഞ്ച്മെൻറ്റ് ഓഫ് പ്ലേസിംഗ് മാർജിൻ, ടൈറ്റിൽ ബ്ലോക്ക് എക്സെട്ര ഫോർ എ പർട്ടിക്കുലർ സൈസ് ഓഫ് എ ഡ്രോയിങ് പേപ്പർ. ഇതാണ് ലേഔട്ട്. ലേഔട്ട് മാർജിൻ വരയ്ക്കുന്നതും അതിൻ്റെ തിക്നെസ്സിനൊക്കെ ഒരു കറക്റ്റ് ഡയമെൻഷൻസ് ഉണ്ട്. അത് വെച്ചിട്ടാണ് നമ്മൾ ഇതെല്ലാം വരയ്ക്കുന്നത്. ഇതാണ് ഒരു ഡ്രോയിങ് ഷീറ്റ്. ഡ്രോയിങ് ഷീറ്റിൻ്റെ ബോട്ടത്തിലാണ് നമ്മൾ ടൈറ്റിൽ ബ്ലോക്ക് കൊടുക്കുന്നത്. ഇതാണ് ടൈറ്റിൽ ബ്ലോക്ക് കൊടുക്കുന്ന സ്ഥലം. ടൈറ്റിൽ ബ്ലോക്കിൻ്റെ സൈസ് 185/65 mm ആണ് ഒരു ടൈറ്റിൽ ബ്ലോക്കിൻ്റെ സൈസ്. നമുക്കൊരു ആദ്യം ഒരു ഡ്രോയിങ് ഷീറ്റ് കിട്ടുകയാണെങ്കിൽ നമ്മൾ മാർജിൻ വരയ്ക്കും. മാർജിൻ വരയ്ക്കുകയെന്ന് വെച്ചാൽ അതിന് കറക്റ്റ് ഡയമെൻഷൻസ് ഉണ്ട്. ലെഫ്റ്റ് സൈഡിൽ നിന്ന് 20 mm ടോപ്പിലും ബോട്ടത്തിലും സൈഡിലും 10 mm നമ്മൾ ഡ്രോയിങ് ഷീറ്റിൽ മാർജിൻ വരയ്ക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്ന സൈസുകൾ. അതുപോലെ തന്നെ ഈ ലൈനിൻ്റെ തിക്നെസ് എന്ന് പറയുന്നത് 0.6 mm ആയിട്ടാണ് നമ്മൾ എടുക്കുന്നത്. ഇതാണ് ഒരു ഡ്രോയിങ് ഷീറ്റിൻ്റെ ലേഔട്ടിൽ പ്രധാനമായിട്ടും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. ബോർഡർ ലൈൻ വിഡ്ത്ത് 0.6 mm, റൈറ്റ് മാർജിൻ 10 mm, ടോപ്പ് മാർജിൻ 10 mm, ബോട്ടം മാർജിൻ 10 mm, ലെഫ്റ്റ് മാർജിൻ 20 mm. മാർജിൻ വരയ്ക്കുന്നതിന് ഒരു കോഡുണ്ട്. ആസ് പെർ BAS അനുസരിച്ച് IS 10711 1983 ആണ് ഡ്രോയിങ് ഷീറ്റിൽ സ്റ്റാൻഡേർഡ് മാർജിൻ ആൻഡ് ബോർഡർ വരയ്ക്കുന്നതിൻ്റെ തിക്നെസ്സിനെയൊക്കെ കാണിക്കുന്ന സ്റ്റാൻഡേർഡ് IS കോഡ്. IS 10711 1983 ആണ് ആ കോഡ്.